ഇത്തിരി കഷ്ടപ്പെട്ടേ പറ്റൂ. എന്റെ ഋതു വല്ലാതെ തളർന്നുപോയി. എത്ര ദൂരാ സഞ്ചരിച്ചത്, എന്ത് നടപ്പ് നടന്നു. ആ കാല് നീട്ടിയേ, ഞാൻ മസാജ് ചെയ്തരാം. വേണ്ട, രാജുവിന് ഞാനല്ലേ തിരുമ്മി തരേണ്ടത്. രാജുവും എന്നെക്കാളേറെ നടന്നതല്ലേ. എന്റെ കാലുകൾക്കൊന്നും വലിയ വേദനയില്ല. എനിക്കതൊരു പ്രശ്നവും അല്ല. ഞാൻ ഫുട്ബോൾ കളിച്ചു കിടന്ന ആളല്ലേ. അത് പണ്ടല്ലേ. എന്നെ കണ്ടുമുട്ടിയതിനു ശേഷം ഫുട്ബോൾ കളിക്കാനൊന്നും പോയിട്ടില്ലല്ലോ. അതെങ്ങനെ? ഞാൻ വിട്ടിട്ട് വേണ്ടേ ഫുട്ബോൾ കളിക്കാൻ പോവാൻ? ഇതെന്താ രാജു എന്നെ ആദ്യം കാണുന്നത് പോലെ? അല്ല, ഞാനിങ്ങനെ അത്ഭുതപ്പെടുകയായിരുന്നു. എന്താ രാജു? അല്ല, എന്തൊരു പൊളിറ്റിക്കൽ നോളജാ ഋതുവിന്. ഓ അതാണോ? അതൊക്കെ ആവശ്യം വന്നപ്പോ പഠിച്ചതാ. അച്ഛനാകെ തളർന്നുപോയി. തളർന്നുപോയ അച്ഛനെ വീണ്ടും ഉയർത്തിക്കൊണ്ട് വരണമെങ്കിൽ അത് പഠിച്ചേ പറ്റൂന്ന് തോന്നി. അപ്പൊ പഠിച്ചു. എന്നാലും ആലോചിച്ച് നോക്കുമ്പോ അതൊക്കെ ഒരു അസാധ്യമായ കാര്യ. അസാധ്യം എന്നൊരു വാക്കേ ഇല്ല രാജു. അതും ഞാൻ ഇക്കൊടുത്തി പഠിച്ചതാ. എല്ലാം സാധ്യമാണ്. പക്ഷെ നമ്മൾ വിചാരിക്കണമെന്ന് മാത്രം. പിന്നെ നമ്മളങ്ങനെ വിചാരിക്കണമെങ്കിൽ നമ്മുടെ മൈൻഡും സെറ്റ് ആയിരിക്കണം. ജീവിതത്തില് രാജുവിനെ ഞാൻ ആദ്യം കണ്ടുമുട്ടിയ അന്ന് മുതൽ ഇന്ന് വരെ എന്റെ മൈൻഡ് സെറ്റാ. നമ്മള് കല്യാണം കഴിക്കുന്നതിന് മുമ്പും ഷുവർ, കല്യാണം കഴിക്കുന്നതിന് മുൻപ് രാജു എന്റെ മനസ്സിൽ ഒരു പോസിറ്റീവ് എനർജിയാ. എന്തെല്ലാം പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടായി അതെല്ലാം നമ്മൾ ഒരുമിച്ച് നേരിട്ടില്ലേ. രാജു അതെല്ലാം സോൾവ് ചെയ്ത് തന്നില്ലേ. രാജുവിനെ എന്നു മുതൽ ഞാൻ കണ്ടുമുട്ടിയോ അന്നു മുതൽ ഈ നിമിഷം വരെ എനിക്ക് എന്തെന്നില്ലാത്തൊരു ധൈര്യം. ഏത് പ്രതിസന്ധിയും നേരിടാവുന്ന ഒരു കോൺഫിഡൻസ്. ഞാനൊരു കാര്യം ഓർക്കായിരുന്നു. എന്താ രാജു? ഋതു എന്നോട് അടുക്കുന്തോറും ഞാൻ ഋതുവിൽ നിന്ന് ഓടുമായിരുന്നു. ഈ പെണ്ണിനെ എന്റെ ജീവിതത്തിലേക്ക് കൂട്ടണ്ട എന്ന് പറഞ്ഞുള്ള ഓട്ടം. തെറ്റ്. രാജു എന്നിൽ നിന്ന് ഒളിച്ചോടാൻ ഒത്തിരി കഷ്ടപ്പെട്ടു. ഹലോ അമ്മ. മോളെ, എങ്ങനെയുണ്ട് അച്ഛന്റെ ഇലക്ഷൻ പ്രചരണം? നന്നായി പോകുന്നമ്മേ. വാർത്താ ചാനലുകളില് അച്ഛനെതിരെ വന്ന ചർച്ചകളും വിമർശനങ്ങളും ഒക്കെ വെറുതെ ആയി പോയിന്ന് ശത്രുക്കൾക്ക് പോലും തോന്നുന്ന രീതിയില് ജനങ്ങൾക്കിടയിൽ അച്ഛന് കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്വീകാര്യത. അതങ്ങനെയാ മോളെ. പണം ഉണ്ടാക്കി ആസ്തി പെരുപ്പിക്കാനല്ല പ്രതാപവർമ്മ പൊതുപ്രവർത്തനത്തിന് ഇറങ്ങി തിരിച്ചെന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. അതെ അമ്മ. എന്ത് മറയുണ്ടാക്കിയും പൊതുജനത്തിന്റെ കണ്ണില് മണ്ണ് വാരിയിടാന്ന് അനന്തപിള്ള കരുതി. പക്ഷെ അയാൾക്ക് തെറ്റി. അംബിക എന്തു പറയുന്നു? അവര് രാഷ്ട്രീയ വ്യാമോഹമായിട്ട് ഇറങ്ങാതെ സിനിമയിൽ അഭിനയിക്കാൻ ഇറങ്ങിയിരുന്നെങ്കിൽ മികച്ച നടിക്കുള്ള ഒരുപാട് അവാർഡുകൾ വാങ്ങിയേനെ. അവര് മകന്റെ വിജയം മനസ്സിൽ ആഗ്രഹിച്ച് പുറത്ത് അച്ഛന്റെ കൂടെ ആണെന്ന് വരുത്തി തീർക്കാൻ എത്ര അനായാസമായിട്ടാണ് നമ്മെ അഭിനയിച്ച് തകർക്കുന്നത്. ജീവിതത്തിൽ അഭിനയിക്കാനുള്ള അംബികയുടെ ആ കഴിവ് അത് അവളുടെ കൂടെ പറപ്പാ മോളെ. ആ കഴിവാണല്ലോ എന്നെ നിന്റെ അച്ഛനിൽ നിന്ന് അകറ്റിയത്. എല്ലാവർക്കും എല്ലാം മനസ്സിലായി തുടങ്ങിയമ്മേ. അച്ഛനും ഒക്കെ മനസ്സിലാക്കാൻ അധിക ദൂരം ഇനി ഉണ്ടാവില്ല. ശരി മോളെ, നിനക്ക് ഇറങ്ങാനുള്ള സമയമായി കാണുമല്ലോ. മോള് പറഞ്ഞതുപോലെ തിരഞ്ഞെടുപ്പെന്ന ആ കടമ്പ അച്ഛൻ നിസ്സാരമായിട്ട് കടക്കും. അച്ഛനെയും അച്ഛന്റെ വോട്ടർമാരെയും സംബന്ധിച്ച് ദീപക്ക് വെറും പാഴ്മരോ. വിജയം പ്രതാപേട്ടന് തന്നെയായിരിക്കും. പിന്നെ അംബികയുടെ മുഖംമൂടി. അതെത്ര കാലം മുന്നോട്ട് പോകുന്നു നമുക്ക് നോക്കാം. എങ്കിൽ ശരി മോളെ, അമ്മ പിന്നെ വിളിക്കാം. ശരി അമ്മേ. See?
ഇപ്പൊ മനസ്സിലായല്ലോ മോളെ ഈ അനന്തപിള്ള അങ്കിളിനെ. അച്ഛനെയും അമ്മയും ഒരുമിപ്പിക്കാൻ ഈ ദൃക്സാക്ഷിയെ അങ്കിള് മോൾക്കങ്ങ് തിരികെ തരാം. പക്ഷേ ഒരു കണ്ടീഷൻ, മാടപ്പള്ളി മണ്ഡലത്തിൽ പ്രതാപവർമ്മ തോൽക്കണം. ഈ ദീപക് മോൻ അവിടെ ജയിക്കണം. വോട്ടുകൾ മറിക്കണം. ഋതിക മോൾ വിചാരിച്ചാൽ വോട്ട്സ് മറിക്കാൻ സാധിക്കും. അച്ഛനെ കാലുവാരുന്നതിലൊന്നും വലിയ തെറ്റില്ല. അച്ഛനും അമ്മയും ഒരുമിച്ച് ജീവിക്കാനല്ലേ. മോള് ആലോചിച്ചൊരു തീരുമാനമെടുക്കും.